നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ കഴിഞ്ഞൊരു 10 വർഷം നമ്മൾ കാണാത്തൊരു പിണറായിയാണ് കഴിഞ്ഞൊരു ദിവസം നമ്മൾ കണ്ടത്. കാരണം മാധ്യമങ്ങളൊക്കെ വളയുന്നു. മാധ്യമങ്ങൾ CMA ഒരു ചോദ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരക്ഷരം പോലും പ്രതികരിക്കാതെ തലകുനിച്ച് നടന്നു പോകുന്ന ഒരു പിണറായി, അങ്ങനെ ഒരു ശൈലി നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടേയില്ല. തകർച്ചയുടെ ആദ്യ പടി, അതായത് ഞാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞു. കാരണം നമ്മൾ എവിടെയും പിണറായി വിജയനെ ഈ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. 2 വാക്കെങ്കിലും തിരിച്ചു പറയാതെ, അല്ലെങ്കിൽ നോട്ടം കൊണ്ടെങ്കിലും ഒന്ന് വിറപ്പിക്കാതെ പിണറായി പോകാറില്ല എവിടെ നിന്നാണെങ്കിലും. പ്രത്യേകിച്ച് മാധ്യമങ്ങളോടൊക്കെ കാണുമ്പോൾ ഒരു കലിപൂണ്ട മുഖമാണ് എപ്പോഴും. പക്ഷേ അവിടെ നിന്നൊക്കെ മാറി ഒരക്ഷരം പ്രതികരിക്കാതെ മൗനം പാലിക്കുന്ന പിണറായിയെ പാർട്ടി തോറ്റതിൻ്റെ കാരണം പോലും പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പാർട്ടി തോറ്റത് എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വാർത്താ സമ്മേളനം, അതിൻ്റെ വിശദീകരണം നൽകാൻ വാർത്താ സമ്മേളനം നടത്തുന്നു. അത് അടപടലം അതിനേക്കാൾ വലിയ തോൽവിയാകുന്നു. കാരണം ഇതുവരെ ഈ പാർട്ടിയിൽ എന്തായിരുന്നു, ഈ പാർട്ടിയിലും ഒരു ഏകാധിപത്യമായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലായിപ്പോയി MV ഗോവിന്ദൻ്റെ മറുപടി. ഇനി കീഴ്ഘടകങ്ങളിലുള്ളവർക്കും അതുപോലെ തന്നെ നേതാക്കന്മാർക്കുമൊക്കെ സ്വതന്ത്രമായും പേടിക്കാതെയും മറുപടികൾ പറയാം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ സംസാരിക്കാം എന്നാണ് MV ഗോവിന്ദനും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അതിന് കഴിഞ്ഞിരുന്നില്ല പാർട്ടിയിലുള്ളവർക്ക്. ഏകാധിപത്യം ഭരണകൂടത്തെ മാത്രമല്ല CPM-നെയും അടപടലം പിണറായി ഏകാധിപത്യമായിരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പിണറായിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? കാരണം ഭരണമില്ല, പാർട്ടിയിലും ഏകദേശം ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ആ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. സഖാക്കൾക്ക്, പാർട്ടിയുടെ ശിങ്കിടി നേതാക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. ഇന്ന് വ്യക്തമായ ഭാഷയിലാണ് ഗോവിന്ദൻ ആ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇനി പാർട്ടിയിലെ സഖാക്കൾക്കും നേതാക്കൾക്കും സ്വതന്ത്രമായി നിർഭയമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം. അപ്പോൾ ഇതൊരു വല്ലാത്ത പ്രഖ്യാപനമായി പോയി. അപ്പോൾ ഇതുവരെ ആ പാർട്ടിയിൽ ജനാധിപത്യമില്ലായിരുന്നു, അവിടെ സ്വതന്ത്ര അഭിപ്രായ പ്രകടനങ്ങളില്ലായിരുന്നു, ആശയ സംവേദനത്തിലുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അത് വ്യക്തമാക്കി. മറ്റൊന്ന്, അഭിപ്രായ സ്വാതന്ത്ര്യം കേരളത്തിൽ മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ പോലും പിണറായി വിജയൻ അഭിപ്രായ സ്വാതന്ത്ര്യം സ്വന്തം പാർട്ടിക്കാർക്ക് പോലും പിണറായി വിജയൻ നിഷേധിച്ചിരുന്നു. കൃത്യതയോടെ MV ഗോവിന്ദൻ ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നു. എന്നാൽ അവിടെയും സ്വതന്ത്ര അഭിപ്രായ പ്രകടനം നടത്താൻ ഗോവിന്ദനെ പോലും പിണറായി അനുവദിക്കുന്നില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് എഴുതി തയ്യാറാക്കിയ ഒരു പത്രക്കുറിപ്പ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഗോവിന്ദൻ വായിക്കുന്നത്. അപ്പോൾ സ്വതന്ത്രമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല, മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. പാർട്ടി തോറ്റു, അതിന് സൈദ്ധാന്തികമായ ചില കാരണങ്ങളൊക്കെ ഇപ്പോഴും നിരത്താൻ ശ്രമിക്കുകയാണ് ഈ ഗോവിന്ദൻ. ഈ തോൽവിക്ക് 2 പ്രതീകങ്ങളുണ്ട്. ഒന്ന്, പിണറായി എന്ന ഒരു ഏകാധിപത്യ അടയാളം, മറുവശത്ത് ഈ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത MV ഗോവിന്ദൻ. MV ഗോവിന്ദനും MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയുമാണ് കോൺഗ്രസ് കുടുംബത്തിൻ്റെ ഐശ്വര്യമെന്ന് നമുക്കറിയാം. പോരാൾ ഷാജിയൊക്കെ പറയുന്നുണ്ട്. പോരാൾ ഷാജി പറഞ്ഞത് ഇവർക്ക് അഭിവാദ്യങ്ങളെന്നാണ് ഈ തോൽവിയിൽ. ഏത് MV ഗോവിന്ദനും ഭാര്യ PK ശ്യാമളയ്ക്കും. ഇന്ദിരാഭവനിൽ 3 പേരുടെ ഫോട്ടോ വയ്ക്കുന്നതാണ് ഉചിതം. 1 പിണറായി വിജയൻ, 2 MV ഗോവിന്ദൻ, 3 PK ശ്യാമള. ഈ 3 പേരും ഇന്ദിരാഭവൻ്റെ ഐശ്വര്യമാണ്. പിണറായി വിജയൻ്റെ പതനം, അതാണ് ഇപ്പോൾ കേരളം ആഘോഷിക്കുന്നത്. എത്ര ആഘോഷിച്ചിട്ടും ആർക്കും ഒരു മതി വരുന്നില്ല. കാരണം 10 വർഷം മേടുകയായിരുന്നു ഈ സംസ്ഥാനത്ത് ഒരു ഏകാധിപതിയായി. അതാണ് ഇന്ന് സെബാസ്റ്റ്യൻ പോളൊക്കെ പച്ചയ്ക്ക് പറയുന്നത്. തോൽപ്പിച്ചത് പിണറായിയാണ്. പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും. ജനങ്ങൾ ഈ പാർട്ടിയെ വെറുത്തു. പിണറായിയെ മേയാൻ വിട്ടുകൊടുത്തു എന്നാണ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്. കേരളത്തിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഒരു സഖാവിനെ, ഒരു നേതാവിനെ ഇത്തരത്തിലൊരു ജനത്തെ അടിമകളെ പോലെ കരുതി അവർക്ക് മേൽ കുതിര കയറാൻ വിട്ടുകൊടുക്കരുതായിരുന്നു. അവിടെയാണ് തോൽപ്പിക്കപ്പെടാനുള്ള മുഖ്യ കാരണം. മറ്റൊന്ന്, ടി കെ ഗോവിന്ദൻ ഇന്ന് നമുക്കറിയാം നമ്മുടെ കോടിയേരി സഖാവിൻ്റെ വീട്ടിലെത്തി. കോടിയേരിയുടെ ഭാര്യ വിനോദിനി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. മകൻ ബിനീഷ് കോടിയേരി അടക്കം എന്ന് സ്വതന്ത്ര അഭിപ്രായമാണ് പറയുന്നത്. ടി.കെ. ഗോവിന്ദനെ അവർ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ്. ആ കോടിയേരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വിതുമ്പുകയാണ് ടി.കെ. ഗോവിന്ദൻ. യഥാർത്ഥ പാർട്ടി സ്നേഹിയാണ് താൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ പാർട്ടി വേറെ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അസ്ഥികൂടമല്ല യഥാർത്ഥ CPM. യഥാർത്ഥ CPM മരിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവാണ് തളിപ്പറമ്പിലെ കോടിയേരിയുടെ വീട്ടിൽ എത്തിയ ടി.കെ. ഗോവിന്ദൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർ.
കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും ഒരു വികാരമാണത്. പാർട്ടി തോറ്റിട്ടില്ല, തോറ്റത് പിണറായിയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ സഖാക്കൾ കുറിക്കുന്നു. നമുക്കറിയാം, ഒട്ടനവധി CPM സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നുണ്ട്, നമ്മൾ തിരിച്ചു വരും, ഈ തോൽവിയിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ കഴിയൂ. TK ഗോവിന്ദൻ ഇന്ന് കോടിയേരിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് TK ഗോവിന്ദൻ പറയുന്നു. ഇന്നലെ G സുധാകരൻ പറഞ്ഞതും അതുതന്നെയാണ്. അപ്പോൾ കമ്മ്യൂണിസം കേരളത്തിൽ മരിച്ചിട്ടില്ല എന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഈ നേതാക്കൾ. അതൊരു പ്രത്യയശാസ്ത്രപരമായ സന്ദേശമാണ്. മറുവശത്ത് ഇവിടെ ഏകാധിപത്യത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ കപ്പിത്താൻ വീണുടയുന്ന കാഴ്ചകൾ ഇന്ന് പെറുക്കി കെട്ടുകയാണ് ക്ലിഫ് ഹൗസിൽ നിന്ന്. ഇന്നലെ പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്കൊരു യാത്ര കണ്ണൂരിൽ നിന്ന് നടത്തി. ഭാര്യയും മകളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലാകെ 3 പേരാണ് സ്വീകരിക്കാനെത്തിയത്. A. റഹീം ഉണ്ടായിരുന്നു, B. ജോയി ഉണ്ടായിരുന്നു. ആകെ AKG സെൻറ്ററിൽ നിന്നുള്ള ആ വെള്ള ഇന്നോവയിൽ വെള്ളക്കാരിൽ കയറരുത് എന്ന് ജ്യോതിഷി നിർദ്ദേശിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട്. കറുത്ത കാർ ഉപയോഗിക്കണം. പിണറായി വിജയൻ്റെ കാർ മാത്രമല്ല കറുത്തത്, പിണറായി വിജയൻ യാത്ര ചെയ്യുന്ന ആഡംബരക്കാർ കറുത്തതാണ്, കിയ കാർ. ഒപ്പം മുന്നിലും പിന്നിലുമായി നിൽക്കുന്ന എസ്കോട്ട് പൈലറ്റ് വാഹനങ്ങൾ കറുത്തതാണ്. പിന്നെ 2 കമാൻഡോ സംഘം എപ്പോഴും പിണറായി അനുഗമിക്കുമായിരുന്നു, അതും കറുത്ത വാഹനങ്ങൾ. കറുത്ത വാഹനങ്ങളുടെ ഒരു കൂട്ടം. അപ്പോൾ ആളുകൾ കരിമ്പൂതം എന്നൊക്കെയാണ് അതിനെ വാഴ്ത്തുന്നത്, കരിമ്പൂത കൂട്ടം എന്നൊക്കെയാണ്. ഭൂതമൊഴിഞ്ഞു എന്നാണ് പിണറായി വീണപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ചത്. ആ പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെളുത്ത ഇന്നോവയിലേക്ക് നടന്നു കയറാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കുനിഞ്ഞിരുന്നു, മുഖം കുനിഞ്ഞിരുന്നു. ആ ഇന്നോവയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, CMA ഒരു ചോദ്യമുണ്ട്. പണ്ട് കോന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു പാവം സഖാവ് ഉയർത്തിയ ഒരു ചോദ്യത്തിന് സമാനമായിരുന്നു. CMA ഒരു ചോദ്യമുണ്ട്. എത്ര കിറുക്കിട്ട് കുത്തിയിട്ടും ഒരു പ്രതികരണവും ഇല്ല, പാവം. അവിടെ നിന്ന് ആ ഇന്നോവയിൽ കയറി നേരെ ക്ലിഫ് ഹൗസിൽ വരുന്നു. അവിടെ ഒരു ശ്മശാന മൂകതയായിരുന്നു. ക്ലിഫ് ഹൗസിനുള്ളിൽ കുറച്ച് പോലീസുകാരുണ്ട്. പണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നീണ്ട പടയാണ്, അടുക്കാൻ പറ്റത്തില്ല. എന്ന് മാത്രമല്ല, ആ മതിലിനകത്തേക്ക് ആരെങ്കിലും ഒന്ന് ഒളിഞ്ഞു നോക്കിയാൽ അവൻ്റെ അന്ത്യമാണ്. അത്ര വലിയ പ്രതാപശാലിയായിട്ട് അവിടെ വാണയാളാണ്. ക്ലിഫ് ഹൗസിലെ 1ാം നിലയിലേക്ക് കയറാൻ ലിഫ്റ്റുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്ന മൂത്രം ഒഴിക്കാൻ പോകുന്നത് പോലും ലിഫ്റ്റിലാണെന്നാണ്. എന്തായാലും വളരെ ആഡംബരത്തിൽ കഴിഞ്ഞത്. നീന്തൽക്കുളമൊക്കെ മോടി പിടിപ്പിച്ചു, കന്നുകാലി കൂടി ശരിയാക്കി. അപ്പോൾ പിണറായി വിജയൻ്റെ മുഖ്യ പ്രശ്നം ഈ കന്നുകാലികളെ കൊണ്ടുപോകണം. കന്നുകാലികളെ അവിടെ ഈ കന്നുകാലികളെ നന്നായി പരിചരിച്ചാൽ വീണ്ടും അധികാരത്തിൽ തുടരാം എന്നൊക്കെയായിരുന്നു അന്ന് ജ്യോതിഷി പറഞ്ഞത്. മറ്റൊന്ന്, പിണറായി വിജയൻ ഏറെ പ്രിയപ്പെട്ട നായയുണ്ട്. അപ്പോൾ ഈ 2 എണ്ണത്തിനെ എവിടെ കൊണ്ടുപോകും, ഇതാണ് മുഖ്യ പ്രശ്നം. പക്ഷേ ഇന്നലെ വൈകിട്ടോടെ പിണറായി വിജയൻ ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് നമ്മൾ മാധ്യമങ്ങളോട് അറിഞ്ഞു. ഒന്ന്, പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ട, താൻ തോറ്റു എന്ന് പിണറായി വിജയൻ ഒടുവിൽ തിരിച്ചറിയുന്നു. തോറ്റു. പിണറായി വിജയനെ ആരിക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു പേടി സഖാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തോറ്റു എന്ന് പിണറായി വിജയൻ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ മുതൽ ക്ലിഫ് ഹൗസിലെല്ലാം ഈ അടുക്കി കെട്ട് തുടങ്ങിയത്. വൈകുന്നേരം ആയപ്പോഴേക്കും വാഹനത്തിലെ ലോറിയിലൊക്കെ ഇത് കയറ്റി AKG സെൻറ്ററിൻ്റെ എതിർവശത്തുള്ള ചിന്ത ഫ്ലാറ്റിലേക്ക് സാധനങ്ങൾ കൊണ്ടുചെന്ന് പാക്ക് ചെയ്തു. പിണറായി വിജയൻ്റെ പ്രശ്നം, ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഈ ക്ലിഫ് ഹൗസിൽ തുടർന്നാൽ വലിയ നാണക്കേടുണ്ടാവും. പിന്നെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇതെല്ലാം പെറുക്കി മാറ്റിയാലും വലിയ ആക്ഷേപം ഉണ്ടാകും. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും പിണറായി വിജയന് വല്ലാത്ത ഭൂതി, പ്രതിപക്ഷ നേതാവായ കൊള്ളാം. കാരണം അത് പിണറായി വിജയൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ഇത്തരമൊരു തിയറി ഡെവലപ്പ് ചെയ്തത്. 2-3 കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി. ഒന്ന്, പിണറായി സഖാവിനുള്ള സുരക്ഷ. പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലീസ് സംരക്ഷണം കിട്ടും, പോലീസ് എസ്കോർട്ട് കിട്ടും. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഒരു 4 പേരെങ്കിലും എപ്പോഴും വേണം. കാരണം ശാരീരിക അസ്വസ്ഥതകളുണ്ട്, 3-4 പേരുടെ സഹായം വേണം. പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഒരു മന്ത്രിക്ക് 10-23 സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് തുല്യമായ സംവിധാനങ്ങൾ ഒരുക്കുക. അപ്പോൾ സ്റ്റാഫ് സംവിധാനങ്ങൾ അങ്ങനെ അങ്ങ് കഴിയാം. പക്ഷെ അതിനിടയിൽ ചില ചർച്ചകൾ പാർട്ടിക്കുള്ളിലുണ്ടായി, മുറുമുറുപ്പുകളുണ്ടായി. ഇനിയും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും സ്ഥിതി CPM എന്ന പാർട്ടിക്കുണ്ടാകും. മറുവശത്ത് പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന പിണറായി വിജയന് മറ്റ് ചില വെല്ലുവിളികളും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചൂണ്ടിക്കാട്ടി. KK രമ, ഈ UDF KK രമയെ സ്പീക്കറാക്കിയാൽ
പിണറായിക്ക് ഒരു വലിയ അപമാനമുണ്ടാകും. കാരണം നിയമസഭയിൽ ചെന്നിട്ട് സർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കെ കെ രമയായിരിക്കും. നിർത്തിയിരിക്കാനൊക്കെ കെ കെ രമ കൽപ്പിച്ചാൽ പഞ്ചപുച്ഛമടങ്ങി പിണറായി ഇരിക്കണം. അത്തരമൊരു സാഹചര്യമൊന്നും പിണറായി ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ഈ പണ്ടാരും നിയമസഭയിൽ പോയില്ലെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. പിന്നെ മറ്റൊന്ന് നമ്മുടെ ജി സുധാകരനാണ്. സുധാകരൻ എന്ത് പറയും, എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും ഒരു വെളിവുമില്ല. പിണറായി നിയമസഭയിൽ എന്തെങ്കിലും സംസാരിക്കാൻ എഴുന്നേറ്റാൽ ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ് ജി സുധാകരൻ രണ്ടെണ്ണം പൊട്ടിച്ച അത് മുഖത്തേറ്റ അടിയാകും. ടി കെ ഗോവിന്ദ ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ധർമ്മടത്ത് പിണറായി ആദ്യ 6 റൗണ്ടുകളിലൊക്കെ പിന്നോട്ട് പോയപ്പോൾ തൻ്റെ നെഞ്ചിടിച്ചു, താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുവെന്ന്. അവിടെ മത്സരിച്ച റഷീദ് ഇപ്പോഴും പറയുന്നത് ആരെങ്കിലും 2 നേതാക്കൾ ഒന്നും പ്രസംഗിച്ചിരുന്നെങ്കിൽ താൻ ജയിച്ചു പോയെന്ന്. സത്യമാണ്. ബൂത്തിലിരിക്കാനാണില്ല, അവിടെ പ്രവർത്തിക്കാനാണില്ല. പല ബൂത്ത് കമ്മിറ്റികളിലും ചെന്ന് പ്രവർത്തിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ ഈ 20,000 വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് അറിഞ്ഞു കൊടുത്തതാണ്. കാരണം ഭയപ്പെട്ട് പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അറ്റപ്പറ്റ കടന്നു വന്ന പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവായാൽ ജനം പരിഹസിക്കും. പിന്നെ പിണറായി വിജയൻ്റെ ഒരു ശിങ്കിടിയുണ്ട്, സജി ചെറിയാനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിലും ഭേദം ഈ പാർട്ടി പോയി ആത്മഹത്യ ചെയ്യുന്നത്. കുന്തവും കുടച്ചക്രവും ഇവരൊക്കെ പറയുള്ളൂ. ഈ പാർട്ടി വല്ലാത്ത ഗതികേടിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ പിണറായിക്കൊപ്പം ഉള്ളവരെ എങ്ങനെയും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനും ഈ പാർട്ടിയെ നശിപ്പിക്കാനും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ നികേഷ് കുമാർക്ക് എപ്പോഴും പുറകിൽ നിന്ന് പണിയുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നത്. ഈ പാർട്ടിയെ പടുകുഴിയിലാക്കി വീണ്ടും എന്നേക്കുമായി കുഴിച്ചു മൂടാനുള്ള ശ്രമം ചിലർ തുടരുന്നു. അത് പിണറായിയിലൂടെയാണ്. പിണറായിയിലൂടെ ഈ പാർട്ടിയെ പൂർണ്ണമായി തീർക്കുക, അതാണ് ചിലരുടെ ഒരു വലിയ ലക്ഷ്യം. മറ്റൊന്ന് 40 അകമ്പടി വാഹനങ്ങളുടെ ഒരു ഗാംഭീര്യത്തിൽ നടന്ന പിണറായി വിജയൻ ഇപ്പോൾ തിരുവനന്തപുരത്തോടെ ലൂക്കുന്ന ഒരു വെള്ള ഇന്നോവ കാറിൽ കയറി നടക്കുന്നു. പോലീസിന് ദയ തോന്നി പോലീസ് തന്നെ ഒരു എസ്കോർട്ട് വാഹനം ഇപ്പോൾ വിടുന്നുണ്ട്. കാരണം കാവൽ മുഖ്യമന്ത്രിയാണ്. പൈലറ്റ് കമാൻഡോ സംവിധാനങ്ങളൊന്നുമില്ല. പിണറായിക്ക് ഒരു ചമ്മല ഇപ്പോഴും കമാൻഡോകളൊക്കെ വെച്ച് പോവുക എന്ന് പറഞ്ഞാൽ. പണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു സ്റ്റോപ്പിൽ ചിലപ്പോൾ ഈ എല്ലാ ഭാഗത്തു നിന്നുള്ള വണ്ടികൾ തടഞ്ഞിടും. അപ്പോൾ അവിടെ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരൻ കരയുക, എന്താണ് ഇത് പരിപാടി എന്ന് ചോദിച്ചാൽ പറയും CMൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. CM മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അടച്ചുപൂട്ടി വല്ലാത്തൊരു ഏർപ്പാടായിരുന്നു. ജനത്തിൻ്റെ നെഞ്ചത്തോടെയാണ് പോക്ക്. ഇതൊക്കെ കണ്ട് ജനങ്ങളങ്ങ് മടുത്തു. ഈ അധികാര ആർത്തി കണ്ട് മടുത്തു. അധികാരത്തോടും പിണറായി വിജയൻ്റെ ഈ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടുമൊക്കെ രൂപപ്പെട്ട ഒരു പൊതു വെറുപ്പ് എന്ന വികാരമുണ്ട്. ആ വെറുപ്പ് അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു. അവിടെ നിന്നാണ് പിണറായി വിജയൻ്റെ ഈ പടുവീഴ്ച ക്ലിഫ് ഹൗസിൽ നിന്നുള്ള ഇറക്കമൊക്കെ ജനങ്ങളിപ്പോൾ ആഘോഷിക്കുകയാണ്. സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇപ്പോൾ ആരുമില്ല. ഈ KM എബ്രഹാം എന്ന കിഫ്ബിയുടെ CEO ഇന്നലെ ഓഫീസിൽ ചെന്നു, എല്ലാം പൂട്ടിക്കെട്ടി വാരി തൻ്റെ ചാർജ് മിനി ആൻ്റണിയെ ഏൽപ്പിച്ച് ഓടി രക്ഷപ്പെടുകയായത്. കാരണം KM എബ്രഹാമിനൊക്കെ വലിയ പേടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ധാരാളം പേർ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലൊക്കെ IASകാരുണ്ട് എങ്കിലും ചെയ്തു കൂട്ടിയ അനർത്ഥങ്ങൾ ചില്ലറയല്ല, എല്ലാം പിണറായിക്ക് വേണ്ടിയിട്ടാണ്. കാരണം KM എബ്രഹാം ഒരിക്കലും കരുതിയില്ല പിണറായി വിജയൻ മൂക്കൂത്തി ഇപ്പോൾ വീഴുമെന്ന്. ഇവരാരും കരുതിയില്ല. ഈ പിണറായി തനിക്ക് ചുറ്റും ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്നു. അവരെന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. പിണറായി വിജയനെ എന്തെങ്കിലും തരത്തിൽ വിമർശിച്ചാൽ, അങ്ങനെ ചെയ്യാവോ സർ എന്നൊക്കെ ചോദിച്ചാൽ അവരപ്പം തന്നെ പടിക്ക് പുറത്ത് നിർത്തും. അങ്ങനെ പാർട്ടിയിലും ഭരണതലത്തിലും ജനങ്ങൾക്ക് മുന്നിലും ഒരു ഏകാധിപത്യ സ്വഭാവം പുറത്തെടുത്ത് ഒരു അടിമത്ത മനോഭാവം വളർത്തി അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിച്ച് വിമർശന സ്വാതന്ത്ര്യം നിഷേധിച്ച് ഒരു വല്ലാത്ത ഒരു കാലഘട്ടം ഇവർ സൃഷ്ടിച്ചിരുന്നു. ഇതേ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ കുറിച്ച് ഇരുണ്ട കാലഘട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ഇരുണ്ട കാലഘട്ടമല്ല, ഭൂതത്തിൻ്റെ കാലഘട്ടമായിരുന്നു, ദുർഭൂതങ്ങളുടെ കാലഘട്ടമായിരുന്നു. ഭൂതങ്ങളെയൊക്കെ ഓടിച്ച് ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ വെളിച്ചത്തിലേക്ക് വരികയാണ്. വെളിച്ചത്തിലേക്ക് വരുമ്പോൾ വലിയ പെരുമ്പറയും അട്ടഹാസങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ പുലരിയും കാണുന്നുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിലും കോൺഗ്രസ്സുകാരുടെ തമ്മിലടി വലിയ കല്ലുകടിയാണ്. അതവിടെ കിടക്കട്ടെ. പിണറായി വിജയൻ വീണു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജനങ്ങളുടെ സന്തോഷം. ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ചോദിക്കുമ്പോൾ പറയും പിണറായി വീണതിൻ്റെ സന്തോഷമാണെന്ന്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് എത്ര മണിക്കൂറുകൾ പിന്നിട്ട്, എത്ര ദിവസം തന്നെ പിന്നിട്ടില്ലേ.
എന്നിട്ടും പടക്കം ടക്കടക്കെന്ന് പൊട്ടുവാണ്. ഇത് പിണറായി വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടാവാം. 81 വയസ്സ്, ശാരീരിക അസ്വസ്ഥതകൾ, മറ്റ് ചികിത്സ തേടുന്ന ഒരു വൃദ്ധ നേതാവ്, വെച്ചാണേലും അധികാരത്തിലേക്ക് വീണ്ടും വീണ്ടും നടന്നു കയറാനുള്ള ഒരു പൂതിയുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേക ആക്ഷൻ എല്ലാം തകർന്നു. അങ്ങനെ സമ്പൂർണ്ണ തകർച്ചയിൽ പിണറായി വിജയൻ നിൽക്കുമ്പോൾ ആ ഭയം അങ്ങ് വിട്ടൊഴിയുന്നില്ല ഇപ്പോഴും എം വി ഗോവിന്ദന്. അതിൻ്റെ പ്രതിഫലനമാണ് എഴുതി തയ്യാറാക്കിയ ഒരു മാധ്യമക്കുറിപ്പുമായി മാധ്യമപ്രവർത്തകരുടെ അരികിലെത്തുന്നത്. പക്ഷെ അവിടെ ഒരൊറ്റ പോയിൻ്റേ പറയുന്നുള്ളൂ: പാർട്ടി സഖാക്കൾക്കും നേതാക്കൾക്കും ഇനി സ്വതന്ത്രമായി അഭിപ്രായം പറയാം. നിങ്ങൾ നിങ്ങളുടെ കീഴ്ഘടകങ്ങളിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുക. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം അനുവദിച്ചില്ല എങ്കിൽ അവിടെ സംഭവിക്കുന്നത് കൂട്ട ഒഴുക്കായിരിക്കും എതിർ സംവിധാനങ്ങളിലേക്ക്, ഈ വിമത ക്യാമ്പുകളിലേക്ക്. ഈ ജി സുധാകരനും ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും ചേർന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ സഖാക്കളൊക്കെ അവരുടെ കൂടാരത്തിലേക്ക് ഒഴുകിച്ചെല്ലും. അത് മറ്റൊരു ദുരന്തത്തിന് വഴിവെക്കും. CPM വെറും അസ്ഥികൂടം മാത്രമായി എന്നേക്കുമായി കേരളത്തിൽ ഒരു മ്യൂസിയം പീസാകും. ആ പേടി ഗോവിന്ദനുണ്ട്. ഗോവിന്ദൻ എന്നല്ല, പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിനുണ്ട്. അവരിൽ പലരും സ്വതന്ത്ര അഭിപ്രായ പ്രകടനം വരും ദിവസങ്ങളിൽ നടത്തും. ഇതിൻ്റെ അകത്ത് ചില നമുത്സഹങ്ങൾ ഇപ്പോഴും ഉണ്ട്. നമുക്കറിയാം, ഒരിക്കൽ കേരളം കുറച്ചൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു നേതാവാണ് തോമസ് ഐസക്. എവിടെ പോയി തോമസ് ഐസക്കിൻ്റെ ആർജവം? വേട്ടി ഒതുക്കി കുപ്പയിലെറിഞ്ഞിട്ടും ഇപ്പോഴും മുരടനക്കാതെ നിൽക്കുന്ന ഒരു തോമസ് ഐസക്. എത്രയെത്ര നേതാക്കൾ, കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെയൊക്കെ എന്നേ ഖണ്ഡം ചെയ്ത് കുറ്റിയിട്ട് തകർത്ത് കളഞ്ഞതാണ്. അതുപോലെ എത്ര പേർ, ആലപ്പുഴയിലെ സുജാത തൊട്ട് എത്ര ആളുകൾ, ഇവരൊക്കെ നിശബ്ദരാക്കപ്പെട്ടവരാണ് പാർട്ടിയിൽ. ഈ പാർട്ടിയിൽ നിശബ്ദരാക്കപ്പെട്ടവരാണ് അധികവും. ഈ കഴിഞ്ഞ തവണ സ്പീക്കറായിരുന്ന എൻ ഷംസീറിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. എന്താ കാരണം? പിണറായി വിജയൻ്റെ മരുമോനും ഭാവിയിൽ ഒരു എതിരാളിയായി വളർന്നു വരുമെന്ന പേടിയിൽ. നിരവധി പേരെ തകർത്ത്, നിരവധി രാഷ്ട്രീയ നേതാക്കളുടെ കണ്ണീർ കണ്ട്, ഒരുപാട് തിരസ്കരിക്കപ്പെട്ടവരുടെ കഥനകഥകൾക്ക് മുന്നിൽ കെട്ടിപ്പടുത്ത വെറും ഒരു ചില്ലുകൊട്ടാരം മാത്രമായിരുന്നു പിണറായി പടുത്തുയർത്തിയ ഈ ഇമേജ്. ആ ബിംബമാണ് ഇപ്പോൾ തകർന്നു വീഴുന്നത്. പാർട്ടി നിലംപൊത്തി കിടക്കുന്നു എന്ന് നമ്മളൊക്കെ പരിഹസിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലും ഒരു നിലവിളിയുണ്ട്. തങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഇനിയും ചങ്ങല പൊട്ടാനുണ്ട്. അവശേഷിക്കുന്ന ചങ്ങലകൾ കൂടി പൊട്ടിച്ചെറിയണമെങ്കിൽ അവിടെ പിണറായി വിജയനും ഗോവിന്ദനും അവശേഷിക്കരുത്. അതായപ്പോൾ പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ നേതാക്കളുമൊക്കെ പറയുന്നത്. ഇവിടെ പിണറായി വിജയൻ്റെ പതനം എന്ന് പറയുമ്പോൾ കേരള ജനത കണ്ടു കഴിഞ്ഞു. പക്ഷേ പിണറായി വിജയനെ അതിനേക്കാളൊക്കെ ഒരു പക്ഷേ തീയിൽ നിർത്തുന്നത് താൻ വെട്ടി ഒതുക്കിയവരുടെ മുൻപിൽ പിണറായി സ്വയം വീഴുന്ന ഒരു കാഴ്ച. KK ശൈലജ, P ജയരാജൻ, അങ്ങനെ എത്രയോ പേർ, ഇപ്പോൾ കുറേ പേരുകൾ നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെയൊക്കെ മുൻപിൽ കൂടിയാണ് പിണറായി വീണിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, കണ്ണൂരിൽ വലിയ എതിർപ്പുകൾ പിണറായിക്കും ഗോവിന്ദനും നേരെ ശക്തമാണ്. ഈ തായ്ക്കണ്ടിയിലാണ് പോയിരിക്കേണ്ടത്. പാർട്ടി ഗ്രാമങ്ങൾ കൂടോടെ ഇളകുന്നു. പിണറായിക്ക് നേരെ ഇതുവരെ ശബ്ദിക്കാത്തവർ പോലും വിരൽ ചൂണ്ടുന്നു. ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. വിനോദിനി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത് പോലും വീട്ടിലേക്ക് വന്നു കയറുന്നവരെ കുലം കുത്തിയെന്നോ അത്തരത്തിലുള്ള വിശേഷണങ്ങളൊന്നും, വർഗവഞ്ചകരെന്ന് പറയാനോ എന്നും എനിക്കോ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനോ കഴിയില്ല എന്നാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ TK ഗോവിന്ദനും ഭാര്യയും ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ, പിണറായി ഇവിടെ ഉണ്ട് പക്ഷേ അതിന് പ്രസക്തിയില്ല, കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാർട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ്. ഇതിലും വലിയ പതനം പിണറായിക്ക് വേറെ കിട്ടാനില്ല. അല്ല, കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ദുർഗതി വരില്ല. അതാണ് ഇപ്പോൾ എവിടെയും മുഴങ്ങിക്കേൾക്കുന്ന ഒരു സ്വരം. അതാണ് കോടിയേരിയുടെ മഹത്വം. കോടിയേരി എല്ലാവരെയും ചേർത്ത് പിടിച്ചപ്പോൾ പിണറായി എല്ലാവരെയും വെട്ടിയൊതുക്കി. കോടിയേരി ഒരു പക്ഷേ തൻ്റെ കുടുംബത്തിൽ നിന്ന് ചില ആരോപണങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ആ കുടുംബാംഗങ്ങളെ പാർട്ടിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നില്ല. മക്കളുടെ പേരിൽ ചില ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ആ പിതാവ് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിച്ച് മാറി നിന്നു. ഒടുവിൽ ആരോഗ്യം അദ്ദേഹത്തെ അലട്ടുമ്പോഴും പാർട്ടിയുടെ വിജയം അദ്ദേഹം സ്വപ്നം കണ്ടു. എവിടെയൊക്കെയോ അദ്ദേഹത്തിന് താളം പിഴച്ചത് പിണറായി വിജയൻ സ്വാർത്ഥതകൾ കോടിയേരിയിലൂടെ കേരളത്തെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയപ്പോഴാണ്. ഇതേ കോടിയേരി ഒരുപക്ഷെ ഏറ്റവും അധികം വിങ്ങലോടെ ഒരു പത്രപ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് പിണറായി വിജയൻ്റെ മരുമോനെ അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പ്രഖ്യാപിക്കുന്ന ആ വേളയായിരിക്കാം.
അവിടെ കോടിയേരിയുടെ കണ്ണ് നിറയും. കാരണം കോടിയേരി സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ എൻ ഷംസീറിനെ വെട്ടിയായിരുന്നു അന്ന് മുഹമ്മദ് റിയാസിനെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കുന്നത്. പിന്നീട് മരണശയ്യയിൽ കോടിയേരി കിടക്കുമ്പോൾ കോടിയേരി അന്ന് പിണറായി വിജയനോടും പാർട്ടിയോടും ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ എൻ ഷംസീറിനെ കൈവിടരുത്, അവൻ ഞാൻ വളർത്തിയ നേതാവാണ്. അന്ന് കോടിയേരിയുടെ ആ വാക്കുകൾ പിണറായിയുടെ മനസ്സിൽ തറച്ചിരിക്കുക. അതുകൊണ്ടാണ് പിന്നീട് എൻ ഷംസീറിനെ സ്പീക്കറാക്കി നിയോഗിക്കുന്നത്. കാരണം അവിടെ അവശേഷിക്കുന്ന ഒരു മുഹമ്മദ് റിയാസിൻ്റെ പൊതുമന്ത്രി സ്ഥാനമുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സ്ഥാനം. അപ്പോൾ കോടിയേരി പലപ്പോഴും പിണറായിയെ ഭയപ്പെടുത്തിയത് കോടിയേരിയുടെ നേരുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. പക്ഷേ ആ കോടിയേരിയെ പിണറായി ഭയപ്പെട്ടതുകൊണ്ടാണ് കോടിയേരിയുടെ മരണത്തിന് ശേഷം ആ ഭൗതിക ശരീരം വേണ്ടത്ര ആദരവ് നൽകാതെ പെട്ടെന്ന് തന്നെ അടക്കം ചെയ്തത്. കോടിയേരിയെ ഭയപ്പെട്ടിരുന്ന പിണറായി വിജയൻ. കാരണം കോടിയേരിയുടെ ജനകീയത എപ്പോഴും ഭയപ്പെട്ട ഒരു ഏകാധിപതിയാണ് പിണറായി വിജയൻ. അതിൻ്റെ ഏറ്റവും ലക്ഷണമൊത്ത അടയാളം വി എസ് അച്യുതാനന്ദനാണ്. വി എസ് അച്യുതാനന്ദൻ തൻ്റെ ജനപിന്തുണ ആയുധമാക്കി പിണറായിയെ തളർത്താനും തളയ്ക്കാനും നോക്കി. അതേ വി എസ് അച്യുതാനന്ദനെ പാർട്ടിയുടെ ആ മർക്കട മുഷ്ടിയിൽ പ്രഹരിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. പാർട്ടി ഒരു കേഡർ സംവിധാനമായതുകൊണ്ട് ആ കേഡർ സംവിധാനത്തിൻ്റെ അമരത്ത് നിന്ന് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ വീഴ്ത്തി. പക്ഷേ ജനപക്ഷത്ത് നിന്ന് വി എസ് പൊരുതി അതിന് ശക്തമായ പ്രതിരോധം തീർത്തു. വി എസിൻ്റെയും കോടിയേരിയുടെയും അസ്തമനത്തിന് ശേഷം ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതാവായി പിണറായി വളർന്നു. അവിടെയാണ് പിണറായിക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച. അതിൽ അഹങ്കാരവും ധാർഷ്ട്യവും വല്ലാതെ തലയ്ക്ക് പിടിച്ചു. ചോദിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും ഭയപ്പെട്ട ഒരു ഏകാധിപതി അവരെ വേട്ടയാടി അവരെ ഇല്ലായ്മ ചെയ്യാൻ മനസ്സുറപ്പിച്ച് പ്രവർത്തിച്ചു. പിന്നീട് ജനങ്ങളിൽ നിന്നകന്നു. ആ ധാർഷ്ട്യം പല വിധത്തിൽ പുറത്തേക്ക് വന്നു. എല്ലാ തലത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യമടക്കം എല്ലാ തലത്തിലും പിണറായി വിജയൻ പലതും ഭയപ്പെട്ടു. ഒരു ഏകാധിപതി അതിനെ അലങ്കരിക്കുമ്പോൾ, ആ സ്ഥാനം അലങ്കരിക്കുമ്പോൾ അതിനു ചുറ്റും രൂപപ്പെടുന്ന ഈ അവതാരങ്ങൾ, അതിനു ചുറ്റും രൂപപ്പെടുന്ന എക്കോസിസ്റ്റം, അവരും ഈ ഏകാധിപതിയുടെ സ്തുതിപാഠകർ മാത്രമായിരിക്കും. ഏകാധിപതി എങ്ങനെ സന്തോഷിക്കും, ഈ സ്വേച്ഛാധിപതി എങ്ങനെ സന്തോഷിക്കും, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും കൂട്ടത്തിലുള്ളവർ ചെയ്തു കൂട്ടുന്നത്. അതാണ് നമ്മൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കണ്ടത്. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാ ചെങ്കോലും കിരീടവും ഒക്കെ തകർക്കപ്പെട്ട് ഒടുവിൽ പിണറായി വിജയൻ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം ആരും ഉണ്ടാകില്ല. അത് ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടു. ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ കാണുന്നു. അവശേഷിക്കുന്നവർ കൂടി ഓടി ഒളിക്കും. കാരണം സ്വേച്ഛാധിപതികൾ എപ്പോഴും അധികാരം നഷ്ടപ്പെടുമ്പോൾ ഭ്രാന്തന്മാരാകും. അവർ മറ്റുള്ളവരെ കുറ്റം പറയും. പക്ഷേ ഇവിടെ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു 35% വോട്ടുകൾ ഇപ്പോഴും ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. ഒഴുകിപ്പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ഇതേ പാർട്ടി സംവിധാനത്തിന് കഴിയുമോ? അതാണ് പ്രധാന ചോദ്യം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടെ ചോദിക്കാനുള്ളത് ഈ വനിതാ നേതാക്കളുടെ ഒരു കാര്യമാണ്. കാരണം ഒരക്ഷരം ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വീണ ജോർജൊക്കെ ഒരു പോസ്റ്റ് മാത്രമാണ് ഇട്ടത്, പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്. ബാക്കി ആരും അധികം പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ പ്രതിഭ ഹരി ജി സുധാകരന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ സുധാകരൻ ആരാണ്? 63 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പ്രതിഭ ഹരി ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോഴും അവർ തിരുത്താൻ തയ്യാറാകുന്നില്ല. ധാർഷ്ട്യത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ഒന്ന് തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് ഓടിപ്പോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ. ഇപ്പോഴും ഞങ്ങൾ പത്തി മടക്കാൻ തയ്യാറല്ല എന്നുള്ള അഹങ്കാരത്തിൻ്റെ ഒരു കൊമ്പാണത്. അത് നമ്മൾ കാണുന്നു. പി ദിവ്യയിൽ, പ്രതിഭ ഹരിയിൽ, ആര്യ രാജേന്ദ്രനിൽ ഒക്കെ കാണുന്ന ഇതേ ഒരു വർഗ സ്വഭാവമാണ്. ഇവരൊക്കെ ഒരു തെരുവ് ഗുണ്ടകളുടെ ഒരു സാംസ്കാരിക തലം മാത്രമാണ്. ഇവരുടെ എല്ലാം റോൾ മോഡൽ പിണറായി വിജയനാണ്. അതെ, ആ പിണറായിസം പ്രസരിച്ചാണ് ഇവരൊക്കെ വളർന്നത്. നമുക്കറിയാം ചിന്താ ജെറോമിൻ്റെ ചില പ്രയോഗങ്ങൾ. അപ്പോൾ ഈ ഒരു വർഗ സമൂഹമുണ്ടല്ലോ, അവരാണ് ഈ പാർട്ടിയുടെ ശാപം. അവരെ മാറ്റി സംസ്കാര സമ്പന്നരായ ഒരു ജനാഭിലാഷങ്ങൾ മനസ്സിലാക്കി ജനകീയതയോടെ പ്രവർത്തിക്കുന്ന ഒരു പറ്റം നേതാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. പക്ഷെ അത്തരം നേതാക്കൾ കടന്നു വരുമ്പോൾ ഇവരൊക്കെ അവരെ ചീത്ത പറഞ്ഞു ഓടിക്കും, അവരെ അധിക്ഷേപിച്ച് ഓടിക്കും. കാരണം ഇവർക്ക് എന്തിനും വേണ്ട തൊലിക്കട്ടിയുണ്ട്. എത്ര ജനം മുഖത്ത് തുപ്പിയാലും അവരതിനെ അലങ്കാരമായി കാണുന്നവരെ ഇവരൊക്കെ. അതാണ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ആ പാർട്ടിയെ വെല്ലുവിളിക്കുമ്പോൾ സുധാകര ഞങ്ങൾക്ക് തെറ്റുപറ്റി
എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ജനം കൈയടിച്ചേനെ. ജി സുധാകരനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ജനം കൈയടിച്ചേനെ. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നിന്ന് കേരള സമൂഹത്തോട് MP ഗോവിന്ദൻ പറയുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. CPM ഇന്ന് കേരളത്തോട് ക്ഷമ ചോദിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പിണറായി വിജയൻ കേരളത്തോട് ക്ഷമ ചോദിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അപ്പോഴും തലയ്ക്ക് മുകളിൽ അകന്ന് പിടിച്ച ഒരു പാർട്ടിയുടെ ഒരു ദുരമൂത്ത നേതൃത്വത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ MP ഗോവിന്ദനെ ഒഴിവാക്കിയാൽ ഈ പാർട്ടി രക്ഷപ്പെട്ടു. പിണറായി വിജയൻ സ്വയം മാറി നിന്നാൽ ഈ പാർട്ടി രക്ഷപ്പെട്ടു. ഇവിടെ പുതിയ ഒരുപറ്റം നേതാക്കൾ കടന്നു വരണം. ആരുമില്ലാത്തൊരവസ്ഥയിൽ അനാഥരാക്കപ്പെട്ടു. കഴിവുള്ളവരെയെല്ലാം വെട്ടിമാറ്റി. ബാക്കിയുള്ളവർ മുരടനക്കാൻ പോലും ഭയപ്പെടുന്നു. ഇപ്പോഴും ആ ഭയം ഇപ്പോഴും വിട്ട് മാറുന്നില്ല. KK ശൈലജ എന്ന വനിതാ നേതാവിന് എന്ത് പറ്റി? അവർക്ക് പ്രതികരിച്ചുകൂടെ? MA ബേബി അവിടെ ദേശീയ സെക്രട്ടറി ആക്കപ്പെട്ടതോടെ പൂർണ്ണമായി ഒതുങ്ങി ഡൽഹിയിൽ. കാരണം അവിടെ ചെലവിന് ഇവിടെ നിന്ന് പിണറായി വിജയൻ പണം അയക്കണമായിരുന്നു. ആകെ ഭരണമുള്ള കേരളത്തിൽ. ഇപ്പോൾ അതും പൊളിഞ്ഞു. ഇനി ബക്കറ്റുമായിട്ട് ഇറങ്ങുവരെ. നാട് നീള രമ്യ കർമ്മങ്ങൾ ധാരാളം ഉയർത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സൗധങ്ങൾ, സംവിധാനങ്ങൾ, ആശുപത്രികൾ, പാർക്കുകൾ, കോടാനുകൂടി നിക്ഷേപം, ഖജനാവ് എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ, ആത്മാവ് നഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ആത്മാവ് നഷ്ടപ്പെട്ടവന് ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. ഇവിടെ അവസാനമായി ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമൻറ്റുകൾ വന്ന കൂട്ടത്തിൽ ഇപ്പോൾ തോറ്റ് നിൽക്കുകയാണെങ്കിലും പിണറായി ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും. കാരണം തനിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. 10 തലമുറയ്ക്കുള്ളത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പാർട്ടി ഈ ഒരു 10 വർഷ കാലയളവിൽ ഇവർ ഉണ്ടാക്കേണ്ടതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലേ? അല്ല, അതൊക്കെ മനുഷ്യൻ്റെ വെറും സ്വാർത്ഥ മോഹമാണ്. ഈ 81-ാം വയസ്സിൽ ഇനി കോടാനുകൂടി ഉണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം? മക്കൾ ഒരു വലിയ വീക്ക്നെസ് ആണ് പിണറായിക്ക്. അല്ല, ഈ മക്കൾക്കും പണമാണോ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആനന്ദം നൽകുന്നത്? ഒരിക്കലുമല്ല. പണത്തിനപ്പുറം ഇവർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു വലിയ ആദരവില്ലേ? പിണറായി വിജയൻ എന്നൊരു മഹാൻ കേരളം ഭരിച്ചിരുന്നു എന്ന ഓർമ്മയല്ലേ ഏറ്റവും വലിയ സമ്പത്ത്? അങ്ങനെ ഒരു ജനവിശ്വാസം ആർജിച്ചെടുത്ത് ജനത്തിൻ്റെ മനസ്സിൽ എന്നെന്നും ജീവിക്കുന്ന ഒരു സ്ഥാനമായിരുന്നില്ലേ പിണറായി വിജയൻ തൻ്റെ ജീവിതത്തിൽ ബാക്കി വയ്ക്കേണ്ടിയിരുന്നത്? ഇത് അഹന്ത നിറഞ്ഞ, അഹങ്കാരം നിറഞ്ഞ, ധാർഷ്ട്യം നിറഞ്ഞ മാഫിയ സംവിധാനങ്ങളുടെ തലവനായ ഒരച്ഛനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ മക്കൾക്കുണ്ടാവുന്നൊരു വേദനയുണ്ടല്ലോ, അത് ഓർമ്മിക്കപ്പെടില്ലേ? അദ്ദേഹം എവിടെയാണ്? സ്വന്തം കുടുംബത്തിൽ ദയാവാത്സല്യമുള്ളവർ സമൂഹത്തോടും ദയാവാത്സല്യം കാട്ടും. സ്വന്തം മക്കളെ നന്നായി നോക്കുന്ന അച്ഛന്മാർ സമൂഹത്തിലെ സാധാരണ മനുഷ്യരെ സ്വന്തം മക്കളെ പോലെ കാണും. അവരെ സഹോദരങ്ങളായി പരിഗണിക്കും. അവരെ ചേർത്ത് പിടിക്കും. അവരുടെ കണ്ണീര് തുടയ്ക്കും. അവരെ കെട്ടിപ്പിടിക്കും. അവരെ ഉമ്മ വയ്ക്കും. ഇതൊന്നും പിണറായി വിജയനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. ഒരു ഭരണാധികാരി എപ്പോഴും സമൂഹത്തിന്, ജനത്തിന്, ഭാവി തലമുറയ്ക്ക് അടയാളമായിരിക്കണം. പക്ഷേ പിണറായി വിജയൻ എന്ത് അടയാളമാണ് കേരളത്തിന് കൊടുത്തത്? എന്ത് സംഭാവന കൊടുത്തിട്ടാണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്? അദ്ദേഹം ആരെങ്കിലും ഒരാളെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ആരെയെങ്കിലും അദ്ദേഹം ആശ്ലേഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും അടുക്കെ അദ്ദേഹം വളരെ ഹൃദയം തുറന്ന് ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെയും ഒരു കൃത്രിമത്വം. അപ്പോൾ പറയും, പണ്ട് യുവ നേതാവായിരുന്നപ്പോൾ അന്നത്തെ പോലീസ് മർദ്ദനവും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിച്ചമർത്തിയ രീതിയുമൊക്കെ. പക്ഷേ എതിരാളികൾ പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകത്തിൻ്റെ കഥകളാണ്. എതിരാളികൾ പറയുന്നത് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതിന് ശേഷം കുലംകുത്തിയെന്നും കുലംകുത്തിയായിരിക്കുമെന്ന ഒരു നേതാവിൻ്റെ ധാർഷ്ട്യ പ്രസംഗത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ ഇതൊക്കെ കാലഘട്ടം ഓർമ്മിക്കില്ലേ? ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാകുമ്പോൾ നമുക്കൊരു നന്മയുടെ അടയാളമായി മാറാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ആ പിണറായിയുടെ ജീവിതം തീർച്ചയായിട്ടും സാർത്ഥകമായേനെ. മറ്റെല്ലാം കത്തിപ്പോകുന്ന വെറും പേപ്പർ കൂപ്പാരോ. ഏത് കറൻസി നോട്ടിനും ഒരു പരിധിക്കപ്പുറം മനുഷ്യൻ്റെ ചില ദുർബല നിമിഷങ്ങളിൽ അതിന് പേപ്പറിൻ്റെ വിലയുള്ളൂ. ചിലപ്പോൾ കണ്ണിന് മുന്നിൽ കത്തിപ്പോകുന്ന വെറും പേപ്പർ കൂമ്പാരം മാത്രമാവും കറൻസി നോട്ടുകൾ. അതിനൊന്നും മനുഷ്യൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അവിടെയാണ് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ തോറ്റത്. ജനങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം അടയാളമാക്കി കൊടുത്തു മടങ്ങാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ പിണറായി ചെയ്യേണ്ടത് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയാണ്. ജനം തന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പിണറായി കരുതട്ടെ. താൻ ആരാണ് എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ചില അഭിമുഖങ്ങൾ കൊടുത്തു. ആ അഭിമുഖങ്ങളിൽ പിണറായി വിജയൻ വെറും നാട്യക്കാരനായിരുന്നു.
ഹൃദയം തുറന്നുള്ള അഭിമുഖമായി നമുക്കത് അനുഭവപ്പെടുന്നില്ല. ആ നാട്യത്തിനപ്പുറം, അഭിനയത്തിനപ്പുറം പച്ച മനുഷ്യനായി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി, ഒരു സാധാരണക്കാരനായി ഈ തിരുവനന്തപുരത്തൂടെ പിണറായി വിജയൻ ഒന്നും നടന്നിരുന്നെങ്കിൽ, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആ മാടക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പഴയ EMSൻ്റെ ഒരു ചിത്രമുണ്ടല്ലോ, അതുപോലെ ഒരു സാധാരണക്കാരനായി ജനത്തിൻ്റെ ഇടയിലൂടെ ഒന്ന് നടന്നു പോയിരുന്നെങ്കിൽ ആരടിക്കാൻ, ആര് കല്ലെറിയാൻ, ആര് കൊല്ലാൻ അദ്ദേഹത്തെ? ഇവിടെ പിണറായി വിജയൻ ആരുടെയും ശത്രുവൊന്നുമല്ല, അത്രയ്ക്ക് വൈരാഗ്യമൊന്നും അദ്ദേഹത്തോട് ആർക്കുമില്ല. എവിടെയാണ് വൈരാഗ്യം ജനിക്കുന്നത്? മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോഴുണ്ടാകുന്ന കലിപ്പിൽ നിന്നാണ് എപ്പോഴും ശത്രുത രൂപപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ കുത്തി നോവിച്ച്, കീറി മാന്തി നശിപ്പിച്ച്, ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ കൊല്ലാൻ ആളുകൾ ചുറ്റും നടക്കുന്നു എന്ന് പറഞ്ഞ് വലിയ കമാൻഡോ സംഘവും നീട്ടിപ്പിടിച്ച തോക്കുമായി ഒരു കൂട്ടം ആളുകളും, ഇതൊരു വൃത്തികെട്ട ജനാധിപത്യ സങ്കല്പമല്ലേ? ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് വൃത്തികേട് നമ്മൾ ചെന്നൈയിൽ കാണും. സ്റ്റാലിൻ വന്നിറങ്ങുന്ന ഒരു രംഗം, ചുറ്റും വലിയ കമാൻഡോ സംഘം, ഓപ്പൺ ജീപ്പുകളിലൊക്കെ തോക്ക് മുകളിലേക്ക് പിടിച്ച് നിൽക്കുന്ന Z+ കാറ്റഗറി സുരക്ഷ. എന്തൊരു വൃത്തികെട്ട ജീവിതമായിരുന്നു. അതൊക്കെ ജനം വലിച്ചെറിഞ്ഞില്ലേ? പാവം തമിഴ്നാട്ടിലെ ജനങ്ങൾ പോലും ഇത്തരം അടയാളങ്ങൾ വലിച്ചെറിയുന്നുവെങ്കിൽ കേരളത്തിലെ സംസ്കാര സമ്പന്നരായ ജനതയ്ക്ക് ഇതൊരു പുച്ഛം മാത്രമല്ലേ? യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇപ്പോൾ CPM ചെയ്യേണ്ടത് ജനങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ചെയ്തു പോയ തെറ്റിന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടാണ് കേരളത്തെ ഭയപ്പെടുത്തി അവർ ഇവിടെ അധികാരം കൈയാളിയത്. അതിന് ക്ഷമ ചോദിക്കണം. അതാണ് അവർ ചെയ്യേണ്ടത്. എന്തായാലും MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോഴും നമുക്ക് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ക്ഷമ ചോദിക്കുന്ന പരിപാടി അത് അവർക്ക് അങ്ങ് കൊമ്പത്തുനിന്ന് താഴെ ഇറങ്ങാനുള്ളൊരു മടിയാണ്. എന്തായാലും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഉള്ളിൽ ഒരല്പമെങ്കിലും നന്മയുടെ കണിക ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചതിന് ഇവിടുത്തെ പ്രവർത്തകരോട് ഉറപ്പായും ക്ഷമ ചോദിക്കണം. കേരള ജനതയോട് നിങ്ങൾക്ക് ചോദിക്കാൻ മടിയാണെങ്കിലും ആ പ്രസ്ഥാനത്തോട്, കാരണം ചോരയും നീരും കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്, അതിന് കുളം തോണ്ടിയതിന് നിങ്ങൾ ഉറപ്പായും ക്ഷമ ചോദിക്കണം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി.